ഇത് കെമിസ്ട്രി ചാപ്റ്റർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നന്നായി പഠിക്കണം. ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 2015 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഡാറ്റ റിലേറ്റഡ് ടു ദ മെഗ്നീഷ്യം ആർ ഗിവൺ. മെഗ്നീഷ്യത്തെക്കുറിച്ച് കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ Mg ആണെന്നും അറ്റോമിക് നമ്പർ 12 ആണെന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282 ആണെന്നും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ഷെൽസ് ആർ പ്രസൻറ്റ്. മെഗ്നീഷ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഷെൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഷെൽ എന്ന് പറയുമ്പോൾ KLMN 4 ഷെല്ലേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2, 8, 18, 32. അപ്പോൾ ഇവിടെ നോക്കിയേ 282 ഇത്രയേ ഉള്ളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എത്ര ഷെല്ലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KLM. ഇവിടെ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അടുത്ത ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 ഷെൽസ് ആണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ മെഗ്നീഷ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? സബ്ഷെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം SPDF. ഇത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. SPDF എന്ന് പറയുമ്പോൾ മാക്സിമം ഉൾക്കൊള്ളാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 2, 6, 10, 14. ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2. അതായത് 12 ആണ് അതിന് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ 2, 4, 10, 12 കറക്റ്റായിട്ട് നമ്മുടെ ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തു. 12 ഇലക്ട്രോണും ഫില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ക്വസ്റ്റ്യൻ 2016 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെൻറ്റ് X17. ഇവിടെ X എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 70 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ പീരീഡും ബ്ലോക്കും 3 ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ SPDF വെച്ചിട്ടുള്ള ആ കോൺഫിഗറേഷനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഷെല്ലാണ് KLMN എന്ന് പറയുന്നത്. സബ്ഷെൽ എന്ന് പറയുന്നത് SPDF. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മളത് പഠിച്ച് വെച്ചിട്ട് വേണം ഇത് എഴുതാൻ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലായിരിക്കും ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാം. അപ്പോൾ ഇവിടെ 17 വന്ന കാരണം നമുക്കത് എഴുതി നോക്കാം എങ്ങനെയാണ്. 1s2, 2s2, 2p6, 3s2. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം വരികയാണെങ്കിൽ ഫുള്ളായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ 3s2 വെച്ച് വരെ എഴുതി നോക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്താൽ മതി. 1s2, 2s2, 2p6, 3s2. അപ്പോൾ എത്ര വരും? 2, 4, 10, 12 എണ്ണേ ആയിട്ടുള്ളൂ. നമുക്ക് 17 എണ്ണം വേണം. അപ്പോൾ അടുത്തത് 3p5. 3p5 കൂടി വന്നു കഴിഞ്ഞാൽ 17 ആയി. കറക്റ്റ് 17 ആയി. അതായത് 2, 4, 10, 15, 17. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p5. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോണെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ചോദിച്ചേക്കുന്നത് പീരീഡും ബ്ലോക്കും എന്താണെന്നാണ്. നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അതെടുക്കുക. 3p5 എടുക്കുക. ഇത് വെച്ചിട്ടാണ് പീരീഡും ബ്ലോക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഈ P എന്ന് പറയുന്നത് ബ്ലോക്കായിട്ട് മാറും. P എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലോക്കാണ്. അതേപോലെ തന്നെ 3 എന്ന് പറയുന്നത് Pയുടെ തൊട്ടടുത്തുള്ള 3 ആണ് ഇവിടുത്തെ പീരീഡ് എന്ന് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്കും പീരീഡും നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാണ്. ഇവിടുത്തെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ വരാം. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3p5 അല്ലേ? അപ്പോൾ 3p5 ഫില്ല് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് ബ്ലോക്കായിട്ട് മാറും. ഇതാണ് പീരീഡ് നമ്പർ. ബ്ലോക്കിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് പീരീഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കാണാൻ പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ P ബ്ലോക്കിലാണ്, P സബ്ഷെല്ലാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ഈ സംഭവം ഉണ്ടല്ലോ 5 ഇലക്ട്രോൺ 5ൻ്റെ കൂടെ 12 കൂട്ടും. ആ 12 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 എന്ന് ആൻസർ കിട്ടും. ഈ 17 ആയിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. ലാസ്റ്റ് ഇലക്ട്രോൺ Pയിലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ കേസ് എടുക്കാൻ പാടുള്ളൂ. 5ൻ്റെ കൂടെ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ കൂടെ 12 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്നതായിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇത് 2012 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് മാച്ച് ചെയ്യണമെങ്കിൽ
ചാപ്റ്റർ ഫസ്റ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്യുന്നതിന് മുമ്പ് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫിഗർ, അതിന് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാത്തവർക്കൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗ്രൂപ്പ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പീരീഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പീരീഡ്സ് എന്ന് പറയുന്നത് 7 പീരീഡാണുള്ളത്. പീരീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ആ എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പീരീഡ് എന്നും, അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ പീരീഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പീരീഡാണുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എത്ര ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ആ ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. ഫസ്റ്റത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഈ 2 ഗ്രൂപ്പും എസ് ബ്ലോക്കിലാണ് പെടുന്നത്. 1ഉം 2ഉം ഗ്രൂപ്പ് പെടുന്നത് ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ് പെടുന്നത്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്. 3 മുതൽ 12 വരെയുള്ള എലമെൻറ്റ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ബ്ലോക്കിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെൻറ്റ്. ബി എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയാണ്. 14ാമത്തെ ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പാണ് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ ഫാമിലി. 17ാമത്തെ ഗ്രൂപ്പാണ് ഹാലോജൻ ഫാമിലി എന്ന് തന്നെ പറയാം. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ എലമെൻറ്റ്സ് എന്നൊക്കെ വിളിക്കും. അതായത് ഈ എലമെൻറ്റ്സ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവരാണ് അല്ലേ എല്ലാ എലമെൻറ്റ്സും. പക്ഷേ 18ാമത്തെ ഗ്രൂപ്പായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിംപ്റ്റൺ, സെനൻ, റാഡൻ, ഓർഗനസോൺ എന്ന് പറഞ്ഞ ഈ എലമെൻറ്റ്സിന് സ്റ്റേബിൾ എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് അവരുടെ വാലൻസി എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺ. ലാസ്റ്റ് സബ്ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് അവരുടെ വാലൻസി കംപ്ലീറ്റ് ആണ്. അവർ ഒക്റ്ററ്റ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൂർത്തിയാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. ഇതൊരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സംഭവമാണ്. ഒരു എലമെൻറ്റിൻ്റെ ഒക്റ്ററ്റ് അഥവാ വാലൻസി പൂർത്തിയാക്കാൻ വേണ്ടി 8 ഇലക്ട്രോൺ വേണം. ആ 8 ഇലക്ട്രോൺ പൂർത്തിയാക്കിയത് കൊണ്ട് ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. സ്റ്റേബിൾ എലമെൻറ്റ്സ് ആണ് ഈ ഇനേർട്ട് ഗ്യാസ് അഥവാ നോബിൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എസ് ഗ്രൂപ്പ് പഠിച്ചു, ഡി ബ്ലോക്ക് പഠിച്ചു, പി ബ്ലോക്ക് പഠിച്ചു. ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളൊരു അത്ര അധികമില്ല. എഫ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും വരുന്നത് എഫ് ബ്ലോക്കിലാണ് വരുന്നത്. അപ്പം മെയിനായിട്ട് പഠിക്കേണ്ടത് ഏതാണ് ആൽക്കലി മെറ്റൽ, ഏതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ഏതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്. ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എസ് കഴിഞ്ഞാൽ പലരും തെറ്റിക്കുന്നതാണ്, പി എഴുതി വയ്ക്കും. 3 to 12 വരെയുള്ളത് ഡി ബ്ലോക്കിലാണ് പെടുന്നത്. 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് വരുന്നത്. ലാസ്റ്റ് 2 6th 7th പീരീഡാണ് ആക്ടിനൈഡ്സും ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിൽ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ 1s2, 2s2, 2p6 നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളെ പഠിച്ചു. അപ്പോൾ ഇത് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫസ്റ്റത്തെ നോക്കിയ 1s2, 2s2, 2p6 ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലാണ്. അപ്പോൾ നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുകയെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 6ൻ്റെ കൂടെ 12 അങ്ങോട്ട് പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 18. ഈ 18 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. 18th ഗ്രൂപ്പാണ് ലാസ്റ്റ് വരുന്നത്, നമ്മൾ പഠിച്ചിരുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ ഗ്യാസസ്. കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കില്ല എലമെൻറ്റ്സ്. അവരുടെ ഒക്റ്ററ്റ് 8 പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇലക്ട്രോണെ മേടിക്കാനോ അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് വിളിക്കാം? ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇതും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും 5ൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 17 എന്ന് കിട്ടും.
17th ഗ്രൂപ്പ് നമുക്കറിയാം ഹാലോജൻ ഫാമിലി, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അങ്ങനത്തെ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹാലോജൻ എന്ന് പറയുന്നത് 17th ഗ്രൂപ്പിന്. പക്ഷെ ഇവിടെ ഹാലോജൻ എന്ന് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ 13 മുതൽ 17 വരെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ തന്നെ നോൺ മെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോറോൺ തൊട്ടുള്ള ആ ഒരു ഫാമിലി തൊട്ട്. അപ്പോൾ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? ഹാലോജൻ ഗ്രൂപ്പിലാണ്. 17th ഗ്രൂപ്പിലാണ് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റലായ ഹാലോജൻ ഫാമിലിയിലാണ് ഈ സംഭവം വരുന്നത്. അടുത്ത് നോക്കി, ഇവിടെ നോക്കി, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് 3s2ലാണ്. അപ്പോൾ ഇത് എസ് സബ്ഷെല്ലായതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 2ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2 വരാണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3d5 ഉണ്ട്, 4s2 ഉണ്ട്. പല കുട്ടികളും 3d ഇവിടെ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5 എന്ന് കാണാം, എഴുതുന്നത് കാണാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s2 എന്ന് എഴുതുന്നത് കാണാം. ഇങ്ങനെ ഇത് ഇപ്പോൾ 4s2 ഇവിടെ എഴുതിയാലും 3d5 ഇവിടെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ എഴുതിയാലും കറക്റ്റാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s2. അല്ലെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ഈ എസും ഡിയും വരുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. 3d5ഉം 4s2ൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് 2 രീതിയിലും ഇങ്ങനെ എഴുതാമെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോൾ കറക്റ്റ് ആൻസർ എടുത്തെഴുതണം. ഇതിൽ ബ്ലോക്ക് ചോദിക്കാൻ നോക്കി. ഇപ്പോൾ 3d5 4s2 എന്ന് എഴുതിയാലും 4s2 3d5 എന്ന് എഴുതിയാലും ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ എഴുതിയവർക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് എസ്സിലാന്ന് തോന്നും. പക്ഷെ ഇവിടെ ഡി ആണ് വന്നിരിക്കും. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ 3Dക്കാണോ 4Sനാണോ ഗ്രേറ്റർ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനായിരിക്കും? 3Dക്കായിരിക്കും ഗ്രേറ്റർ എനർജി. ശരിക്കും ഇങ്ങനെ എഴുതി പോണവർക്ക് അറിയാം, ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവ എഴുതി പോകുന്നത് SPDF. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഗ്രേറ്റർ എനർജി 4Sനാണ് നിങ്ങൾ എഴുതി വയ്ക്കും. അത് തെറ്റാണ്. 3Dക്കാണ് ഇവിടെ ഗ്രേറ്റർ എനർജി. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എസും ടിയും വരാണെങ്കിൽ എന്തായിരിക്കും? എസും ഡിയും കൂടി കൂട്ടണം. അതായത് എസ്സിൽ 2ഉം ഡിക്ക് 5ഉം, അങ്ങനെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ആ 2ഉം കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡിൻ്റെയും എസ്സിൻ്റെയും കേസിലാണ് ഞാൻ പറയുന്നത്. ഡിയും എസ്സിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അവ തമ്മിലുള്ള കൂട്ടി കിട്ടുന്നതായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി പീരീഡിൻ്റെ കാര്യത്തിൽ വീണ്ടും സംശയം വരും. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് പല രീതിയിൽ, ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇവിടെ 4s2 3d5 ആയാലും 3d5 4s2 ആയാലും പീരീഡ് 4s2ലെ 4 ആയിരിക്കും പീരീഡ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസും ഡിയും ഉള്ള ഇലക്ട്രോൺസ് കൂട്ടി കിട്ടുന്നതായിരിക്കും. ഗ്രേറ്റർ എനർജി എന്ന് പറയുന്നത് 3Dക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നോക്കിയേ 3d5 4s2. 3d5 4s2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം. 2 + 5 എന്ന് പറയുന്നത് 7 ആണ്. ആ ഗ്രൂപ്പ് നമുക്ക് 7 എന്ന് കിട്ടി. അപ്പോൾ 7th ഗ്രൂപ്പുള്ളത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എന്തായിരിക്കും? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിരിക്കും. അവ ഡി ബ്ലോക്കിലാണ് പെടുന്നതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിരിക്കും. അടുത്തത് 3p6 4s1. 4s1 എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് എസ് സബ്ഷെല്ലാണ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1 വരുന്നത് ഏതിനായിരിക്കും? ആൽക്കലി മെറ്റൽസ്. അപ്പം ഇതിൻ്റെ ആൻസർ ആൽക്കലി മെറ്റൽസ്. ഇവിടെ 2p1 ആണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. p വരുമ്പോൾ 12 ആഡ് ചെയ്യുക. 12 + 1 എത്രയാണ്?
13 എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയാണ്. അത് കറക്റ്റ് പഠിച്ചിരിക്കണം കേട്ടോ, എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഗ്രൂപ്പ് 13 ആയതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.